നമ്മുടെ ഇന്നത്തെ പുതിയ ചാപ്റ്റർ റിയറിംഗ് ഓഫ് ഗോട്ട്. സിലബസ് പ്രകാരമുള്ള ചാപ്റ്റർ അനാലിസിസ് ആണ് നടക്കുന്നത്. റിയറിംഗ് ഓഫ് ഗോട്ട് എന്ന ചാപ്റ്ററിൽ കുറച്ചധികം ടോപ്പിക്സ് വരുന്നത് കൊണ്ട് ഒന്നിൽ കൂടുതൽ സ്ലൈഡുകളിലായിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത്. ഓരോന്നും വ്യക്തമായി കേട്ട് മനസ്സിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. റിയറിംഗ് ഓഫ് ഗോട്ടിൽ നിന്നും എപ്പോഴും ചോദ്യങ്ങൾ ഉണ്ടാവുന്നതാണ്. ഇമ്പോർട്ടന്റ് ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. കൂടാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാവുകയും ചെയ്യും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് മുന്നിൽ വന്നിട്ടുള്ളതെന്ന്. തുടങ്ങിയാലോ? ആദ്യം ഗോട്ടിന്റെ സയന്റിഫിക് നെയിം എന്താണെന്ന് തന്നെ പഠിച്ചുകൊണ്ട് തുടങ്ങാം. കാപ്ര ഹിർക്കസ് എന്ന് പറയുന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ജീവികളാണ് ഗോട്ട്. ഗോട്ടിന്റെ ഡിഫറെന്റ് ബ്രീഡ്സ് നമ്മൾ മുന്നേ പറഞ്ഞു പോയിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ബ്രീഡ്സിൽ നിന്നും എപ്പോഴും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഗോട്ടിന്റെ ശാസ്ത്രീയ നാമം കാപ്ര ഹിർക്കസ്. മറ്റൊരു PSC ചോദ്യമാണ്, പുവർ മാൻസ് കൗ എന്നറിയപ്പെടുന്ന ജീവി ഗോട്ടാണ്. പുവർ മാൻസ് കൗ എന്നറിയപ്പെടുന്ന ജീവി ഗോട്ടാണ്. നമ്മുടെ കേരളത്തിൽ കൂടുതൽ ആൾക്കാർ വളർത്താൻ ഇഷ്ടപ്പെടുന്നതും പ്രത്യേകിച്ച് മലബാർ റീജിയനിൽ പണ്ടുകാലം മുതൽക്കേ വീട്ടിലെ ഒരു അംഗത്തെ പോലെ കൊണ്ടു നടക്കുന്ന ജീവികളാണ് ആടുകൾ എന്നത്. മലബാർ പ്രദേശങ്ങളിൽ സ്ത്രീകളുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗവും കൂടെയാണ് ആട് വളർത്തൽ എന്നത്. നമ്മൾ പാത്തുമ്മയുടെ ആട് എന്ന നോവൽ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും, ബഷീറിന്റെ. അപ്പൊ അതിലെ പ്രധാന കഥാപാത്രവും നമ്മുടെ ആടുകൾ തന്നെയാണ്. പണ്ട് മുതൽക്കേ ആടുകൾക്കുള്ള സ്ഥാനം നമുക്ക് മനസ്സിലാക്കാം. ആടുകൾ പലതരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പല രാജ്യങ്ങളിൽ വളർത്തി വരുന്നത്. നമ്മുടെ നാട്ടിൽ അതിന്റെ സംസ്ഥാന ക്രമത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അങ്ങ് നോർത്ത് ഇന്ത്യയിൽ പ്രധാനമായിട്ടും കാശ്മീർ റീജിയനിൽ വളർത്തുന്നത് പാഷ്മിന എന്ന് പറയുന്ന ഫർ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. കൂടാതെ പാലിന് വേണ്ടി വളർത്തുന്നവരുണ്ട്. കൂടുതലായിട്ടും നമ്മൾ സൗത്ത് ഇന്ത്യക്കാർ വളർത്തുന്നത് ഇറച്ചിക്ക് വേണ്ടിയിട്ടാണ്. കൂടാതെ ഹൈഡ്, തൊലി, പിന്നെ ചാണകം അഥവാ മാനുവറിന് വേണ്ടിയിട്ടും ആട്ടിൻ കാഷ്ടത്തിന് വേണ്ടിയിട്ടും നമ്മൾ ആടുകളെ വളർത്താറുണ്ട്. പല പ്രദേശങ്ങളിൽ പലതരം ബ്രീഡിനനുസരിച്ചിട്ടുള്ള ഉപയോഗക്രമമാണ് കണ്ട് വരുന്നത്. എന്തായാലും ആട് പണ്ടുകാലം മുതൽക്കേ നമ്മുടെ ഒരു സന്തത സഹചാരി തന്നെയാണ്. വരുന്ന പ്രധാനപ്പെട്ട ടേമുകൾ ഓർത്തു വെക്കുക. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ആണാടുകളെ ബക്ക് എന്നും ഫീമെയിൽ ആടുകളെ ഡോസ് എന്നുമാണ് വിളിക്കുന്നത്. ആണാടുകളെ ബക്ക് എന്നും ഫീമെയിൽ ആടുകളെ ഡോസ് എന്നും, കുഞ്ഞുങ്ങളെ ന്യൂബോൺ അഥവാ യങ് വൺസിനെ കിഡ്സ് എന്നുമാണ് വിളിക്കുന്നത്. ചോദ്യത്തിൽ പലപ്പോഴും കിഡ്സ് എന്നൊക്കെ ആയിരിക്കും കാണുന്നുണ്ടാവുക. നമ്മൾ ചിലപ്പോൾ ഉത്തരം എഴുതുന്ന സമയത്ത് നമ്മുടെ തെറ്റിദ്ധാരണ പ്രകാരം ചിലപ്പോൾ കാഫോ ആയിട്ട് കമ്പയർ ചെയ്യാനുള്ള സാധ്യത ഒക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ട് മനസ്സിലാക്കുക, കിഡ്സ് എന്ന് വെച്ചാൽ ആട്ടിൻകുട്ടികളാണ്, കാഫാണ് പശുക്കുട്ടി കേട്ടോ. അപ്പോൾ മെയിലിനെ ബക്ക് എന്നും ഫീമെയിലിനെ ഡോസ് എന്നും ന്യൂബോൺ അഥവാ യങ് വൺസിനെ കിഡ്സ് എന്നുമാണ് വിളിക്കുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് ഗോട്ട് റിയറിംഗ്. എന്തൊക്കെയാണ് നേട്ടങ്ങൾ? ആട് വളർത്തൽ കമ്പാരിറ്റീവ്ലി നമ്മൾ പശു വളർത്തൽ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഇവിടെ കൂടുതലായിട്ടും പറയുന്നത്. എന്തൊക്കെയാണ് ആട് വളർത്തലിന്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്ന് നമുക്ക് കാണാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ തുച്ഛമായ രീതിയിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച ചെറിയ ഒരു കൂട് മതി നമ്മുടെ ആടുകൾക്ക്. ഒന്നും വേണ്ട, ഒരു എലിവേറ്റഡ് പ്ലാറ്റ്ഫോം മാത്രം മതി ഇവയ്ക്ക്. രാത്രി സമയത്ത് ചെറിയൊരു ചായ്പ്, മഞ്ഞും വെയിലും കൊള്ളാതെ മഴയും കൊള്ളാതെ നിൽക്കാൻ വേണ്ടി ചെറിയൊരു ചായ്പ്, ഇവനൊരു പോളിത്തീൻ കവർ കൊണ്ട് മറച്ച കൂടാണെങ്കിലും കൂടെ ഇവയ്ക്ക് മതിയാകും. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് മുതൽ മുടക്കിൽ തുടങ്ങാൻ പറ്റിയ ഒരു കൃഷി രീതിയാണ് ഗോട്ട് റിയറിംഗ് എന്നത്. വലിയ ഫാം ആണെങ്കിലും കൂടെ വലിയ കൺസ്ട്രക്ഷന്റെയോ ബിൽഡിങ്ങിന്റെയോ ഒന്നും തന്നെ ആവശ്യമില്ല. ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം തറനിരപ്പിൽ നിന്നും ഉയർന്നതായിരിക്കണം കൂടുകൾ എന്നത്. കാരണം ഇവയ്ക്ക് റുമാറ്റിക് കംപ്ലൈൻസ്, തണുപ്പ് കൂടുതലായിട്ട് കൊണ്ടുകഴിഞ്ഞാൽ റുമാറ്റിക് കംപ്ലൈൻസ് വരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് മാത്രം തറനിരപ്പിൽ നിന്നും ഉയരത്തിൽ വേണം എപ്പോഴും കൺസ്ട്രക്ട് ചെയ്യാൻ വീടുകൾ എന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകും. കൂടാതെ ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ് വെറൈറ്റി ഓഫ് ഫീഡ്സ്. നമ്മുടെ പശുക്കളെ പോലെ പുല്ലോ വൈക്കോലോ
ചെറിയ 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 ചെടികളോ ഒക്കെ മാത്രമല്ല കഴിക്കുക. ആടുകൾ കഴിക്കാത്ത ഒരു വസ്തുവും നമ്മുടെ ഭൂലോകത്തില്ല എന്ന് തന്നെ പറയാം. ആർക്കും വേണ്ടാത്ത ചെറിയ ഇലകളും ഒക്കെ ഇവർക്ക് പ്രിയപ്പെട്ട ഭക്ഷണമാണ്. നമ്മുടെ വീട്ടിൽ ഒരു പ്ലാവ് മരമുണ്ടെങ്കിൽ, ചക്കയുടെ മരത്തിനാണ് നമ്മൾ പ്ലാവ് എന്ന് പറയുന്നത്. അപ്പൊ പ്ലാവ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വീഴുന്ന ഇലകൾ തിന്നിട്ട് തന്നെ ഇവയ്ക്ക് ജീവിക്കാനുള്ള കഴിവുണ്ട്. യഥേഷ്ടം പ്ലാവില കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണമായിട്ട് തന്നെ ഇവർ കഴിച്ചോളും. പ്ലാവില യഥേഷ്ടം കിട്ടുന്നുണ്ടെങ്കിൽ മറ്റു ഫീഡ് ഒന്നും ഇല്ലെങ്കിലും ആടുകൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. കൂടാതെ മറ്റൊരു പ്രത്യേകതയാണ്, ചൂട് കാലാവസ്ഥയിലും തണുപ്പ് കാലാവസ്ഥയിലും ഒരേപോലെ ഇവയ്ക്ക് ജീവിക്കാനുള്ള കഴിവുകളുണ്ട്. നമുക്കറിയാം, അങ്ങേ തലക്കൽ കാശ്മീർ മുതൽ ഇങ്ങേ തലക്കൽ കന്യാകുമാരി വരെയുള്ള എല്ലാ സ്ഥലത്തും നമുക്ക് ആടുകളെ കാണാം. ഈവൻ ഡെസേർട്ട് ഗോട്ട് വരെ ഉണ്ട്. അപ്പോൾ ഹോട്ട് ക്ലൈമറ്റിനെ അതിജീവിക്കാനുള്ള പ്രത്യേക കഴിവ് നമ്മുടെ ആടുകൾക്കുണ്ട്. മറ്റൊരു വലിയൊരു പ്രത്യേകതയാണ്, ദേ ആർ ഹൈലി പ്രോലിഫിക്. എന്താണ് പ്രോലിഫിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പെട്ടെന്ന് പെറ്റുപെരുകുന്നു. ഒരു പ്രസവത്തിൽ തന്നെ ഒരെണ്ണം വളരെ കുറവായിരിക്കും, 2 അതിൽ കൂടുതലോ കുഞ്ഞുങ്ങളെ ഒറ്റ പ്രസവത്തിൽ നമുക്ക് ലഭിക്കുന്നു. കൂടാതെ നമ്മൾക്കറിയാം, ഒരു വർഷത്തിൽ 2 തവണ എന്ന രീതിയിൽ നമുക്ക് ഇവയിൽ നിന്നും കുഞ്ഞുങ്ങളെ ലഭിക്കാം. 5 മാസമാണല്ലോ ഏകദേശം ഇവരുടെ ഗർഭകാലയളവ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഒരു വർഷത്തിൽ 2 തവണ വരെ നമുക്ക് ഇവയിൽ നിന്നും കുഞ്ഞുങ്ങളെ ലഭിക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എണ്ണം കൂടുകയും ചെയ്യും. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്, റിലീജിയസ് ടാബൂസ് ഒന്നും തന്നെ ഇല്ല. നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ആട് ഇറച്ചി അല്ലെങ്കിൽ ആട്ടിൻ പാൽ കുടിക്കാത്തവര് അല്ലെങ്കിൽ ആട് ഇറച്ചി കഴിക്കാത്തവർ ആരും തന്നെ ഇല്ല. പലതരം മതപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ചില മൃഗങ്ങളെ ചിലർക്ക് കഴിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള യാതൊരു രീതിയിലുള്ള മതപരമായിട്ടുള്ള മാറ്റി നിർത്തൽ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു ജീവിയാണ്. എല്ലാ മതസ്ഥർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മീറ്റും കൂടെയാണ് ആടിന്റെ മീറ്റ് എന്ന് പറയുന്നത്. ആടിന്റെ മീറ്റിനെ പറയുന്ന പേരാണ് ഷെവോൺ എന്നത്. ഷെവോൺ, മട്ടൺ അല്ല, ഷെവോൺ ആണ് ഗോട്ട് മീറ്റ്. ഓർത്ത് വെക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കാം. ഗോട്ട് മീറ്റിനെ വിളിക്കുന്ന പേര് ഷെവോൺ എന്നാണ്, മട്ടൺ അല്ല. മറ്റൊരു പ്രത്യേകതയാണ്, നമുക്ക് ആടുകളെ എവിടെ വേണമെങ്കിലും മേയാൻ വിടാം. കുത്തനെയുള്ള കുന്നുകളുടെ മുകളിലും നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫേസിലും ഒരേപോലെ അവയ്ക്ക് മേഞ്ഞു നടക്കാനുള്ള ശരീരപ്രകൃതിയാണ് ഉള്ളത്. സ്വാഭാവികമായിട്ടും ഏത് സ്ഥലത്തും വളർത്താൻ പറ്റിയവരാണ് നമ്മുടെ ആടുകൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മറ്റൊരു കാര്യമാണ് ഗോട്ട് മിൽക്കിന്റെ ക്വാളിറ്റി എന്നത്. വളരെ ചെറിയ ഫാറ്റ് ഗ്ലോബ്യൂൾസ് ആണ് ആടിന്റെ പാലിലുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും വയസ്സായവർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റിയ പാലാണ് ആട്ടിൻ പാൽ. പോഷകമൂല്യം കൊണ്ടും എളുപ്പത്തിൽ ദഹിക്കുന്നത് കൊണ്ടും ആട്ടിൻ പാലിന് ആവശ്യക്കാർ കൂടുതലാണ്. കൂടാതെ അതിന്റെ ടേസ്റ്റും വേറൊരു ടേസ്റ്റ് തന്നെയാണ്. ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ അധികം ഇഷ്ടമുള്ളൊരു പാൽ കൂടെയാണ് ആട്ടിൻ പാൽ. നമ്മുടെ ഗാന്ധിജി കുടിച്ചത് ആട്ടിൻ പാൽ മാത്രമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കൂടാതെ മറ്റൊരു പ്രത്യേകതയാണ്, വളരെ കുറച്ച് ഫീഡ് മതി. നമ്മൾ പശുവുമായിട്ടോ മറ്റു ജീവികളുമായിട്ടോ കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പകുതി ഫീഡ്, മറ്റു ജീവികൾക്ക് കൊടുക്കുന്ന, ലൈഫ് സ്റ്റോക്ക് ബ്രീഡുകൾക്ക് കൊടുക്കുന്ന ഫീഡിന്റെ പകുതി മതി ഗോട്ടിനെ വളർത്തിയെടുക്കാനായിട്ട്. വളരെ കുറച്ച് ഫീഡ് മതി എന്നതൊരു സത്യം തന്നെയാണ്. മറ്റൊരു വലിയ പ്രത്യേകതയാണ്, ഗോട്ടിന്റെ ബ്രീഡിംഗ് ടൈം എന്ന് പറയുന്നത് വളരെ നേരത്തെ സെക്ഷൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്നു. അതായത് ഒരു കുഞ്ഞ് പ്രസവിച്ച് 8 മുതൽ 10 മാസം ആകുമ്പോഴേക്കും നമുക്ക് ബ്രീഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. നേരെ മറിച്ച് നമ്മുടെ പശുവൊക്കെ ആണെങ്കിൽ 1.5 വയസ്സ് 2 വയസ്സൊക്കെ ആവുന്നു അല്ലേ. അപ്പൊ അത്രയും കാലം നമുക്ക് അതിന് വേണ്ടിയിട്ട് മുതൽ മുടക്കേണ്ടി വരുന്നു. എന്നാൽ ആടുകളെ വളർത്തിയെടുക്കുന്ന സമയം എന്ന് പറയുന്നത് 8 മുതൽ 10 മാസം ആകുമ്പോഴേക്കും പെണ്ണാടുകളെ നമുക്ക് ബ്രീഡിങ്ങിനായിട്ട് ഉപയോഗിക്കാം. ആണാടുകളെ ആണെങ്കിൽ മുട്ടനാടുകളെ നമുക്ക് മീറ്റിനായിട്ട് കൊടുക്കുകയും ചെയ്യാം. നല്ല ക്വാളിറ്റി ഉള്ള ആണാടുകളൊക്കെ ആണെങ്കിൽ 10 മാസം ആകുമ്പോഴേക്കും ഏകദേശം 20-25 കിലോയോളം വെയിറ്റ് വന്നിട്ടുണ്ടാവും. കൂടാതെ
ജസ്റ്റേഷൻ പീരീഡ് വളരെ കുറവാണ്, 5 മാസമാണെന്ന് നമ്മൾ പറഞ്ഞു. സ്വാഭാവികമായിട്ടും പെട്ടെന്ന് തന്നെ നമുക്ക് അവയിൽ നിന്നും പാലുൽപാദനവും 1.5 വയസ്സാകുമ്പോഴേക്കും പാലുൽപാദനം നമുക്ക് ലഭിക്കുന്നു. മറ്റൊരു വലിയൊരു പ്രത്യേകതയാണ് ഇന്റഗ്രേഷൻ ഓഫ് ഗോട്ട് റിയറിംഗ് വിത്ത് പ്ലാന്റേഷൻ ക്രോപ്സ്. നമുക്ക് അത്യാവശ്യം നല്ലൊരു തോട്ടമുണ്ട്, അത് എന്ത് തോട്ടമായിക്കോട്ടെ, റബ്ബർ തോട്ടമോ തെങ്ങിൻ തോട്ടമോ അടയ്ക്കാത്തോട്ടമോ ഒന്നുമില്ല, നമുക്ക് അത്യാവശ്യം നല്ലൊരു തൊടി ഉണ്ടെങ്കിൽ കൂടെ നമുക്ക് അവിടെ വെറുതെ കെട്ടിയിട്ട് വരെ വളർത്താൻ പറ്റിയ ഒരു ജീവിയാണ് ഗോട്ട് എന്ന് പറയുന്നത്. എളുപ്പത്തിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതും വളരെ എളുപ്പത്തിൽ റിയർ ചെയ്യാൻ പറ്റുന്നതും, ഒരേ സമയം നമ്മുടെ ഈ വലിയ തോട്ടമുണ്ടെങ്കിൽ അവിടെ 2-3 ആടുകൾ ഉണ്ടെങ്കിൽ അവിടെയുള്ള വീഡ്സ് എല്ലാം അവ തിന്നുകയും ചെയ്യും. ആ തോട്ടത്തിന് ആവശ്യമായിട്ടുള്ള വളം അവിടെ തന്നെ നിക്ഷേപിക്കപ്പെടുകയും ചെയ്യും. ആയതിനാൽ പിന്നീട് കലക്ഷന്റെയും ഒന്നും തന്നെ ആവശ്യം വരുന്നില്ല. അപ്പൊ ഇന്റഗ്രേഷൻ ഇൻ ഗോട്ട് റിയറിംഗ് വിത്ത് പ്ലാന്റേഷൻ ക്രോപ്പ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വളരെ നല്ലതാണ് ചെറിയ തോട്ടമൊക്കെ ഉള്ള ആൾക്കാർക്ക്. അടുത്തതായിട്ട് സിസ്റ്റംസ് ഓഫ് റിയറിംഗ് ഗോട്ട്. പല രീതിയിലാണ് നമുക്ക് ആടുകളെ വളർത്താനുള്ള മെത്തേഡ്സ് അറിയപ്പെടുന്നത്. പ്രധാനമായിട്ടും 4 രീതിയുണ്ട്. കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്റഗ്രേഷൻ വിത്ത് ക്രോപ്പിംഗ് എന്ന് പറയുന്ന ഒരു രീതി കൂടെ ഉണ്ട്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും 4 രീതികൾ നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത്തേത്, എല്ലാ ജീവികൾക്കും എന്ന പോലെ തന്നെ ഇന്റൻസീവ്, സെമി ഇന്റൻസീവ് ആൻഡ് എക്സ്റ്റെൻസീവ് സിസ്റ്റം ഉണ്ട്, അഥവാ ഫ്രീ റേഞ്ച് സിസ്റ്റം ഉണ്ട്. കൂടാതെ ആടുകളെ വളർത്താൻ പറ്റിയ മറ്റൊരു രീതിയാണ് ടെതറിംഗ് എന്ന് പറയുന്നത്. ഓരോ സിസ്റ്റവും അതിന്റെ പ്രത്യേകതകൾ നമുക്ക് കാണാം. ഇപ്പോൾ 4 സിസ്റ്റംസ് ആണ് പ്രധാനമായിട്ടും ഉള്ളത്: എക്സ്റ്റെൻസീവ് സിസ്റ്റം, ഇന്റൻസീവ് സിസ്റ്റം, സെമി ഇന്റൻസീവ് സിസ്റ്റം ആൻഡ് ടെതറിംഗ്. ടെതറിംഗ് നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. എന്താണ് ടെതറിംഗ്? അത് ഗോട്ട് റിയറിംഗിലെ സിസ്റ്റമാണ് കേട്ടോ. ഗോട്ട് റിയറിംഗ് സിസ്റ്റമാണ് ടെതറിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സ്റ്റെൻസീവ് സിസ്റ്റം. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ സദാസമയവും ആടുകളെ മേയാൻ വിട്ട് വളർത്തുന്ന രീതിയാണ് എക്സ്റ്റെൻസീവ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ ട്രൈബൽ ഏരിയയിലും കുന്നിൻ പ്രദേശങ്ങളിലും ഒക്കെ വളരെയധികം സ്ഥലം യഥേഷ്ടമായിട്ട് കാടുമായി ചേർന്നുള്ള പ്രദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു രീതിയാണ് എക്സ്റ്റെൻസീവ് സിസ്റ്റം എന്ന് പറയുന്നത്. ആകെ നമ്മൾ കൊടുക്കുന്നത് നൈറ്റ് ഷെൽട്ടർ മാത്രമാണ്. കോൺസെൻട്രേറ്റ് ഫീഡിങ്ങോ വാട്ടർ ഫീഡിങ്ങോ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. വേണമെങ്കിൽ വൈകുന്നേരം മേഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് വാട്ടർ പ്രൊവൈഡ് ചെയ്യാം. എന്നാൽ സാധാരണഗതിയിൽ എക്സ്റ്റെൻസീവ് സിസ്റ്റത്തിൽ വളർത്തുന്ന സമയത്ത് കാട്ടരുവിയിലൊക്കെ ആയിരിക്കും ഇവ വെള്ളം കുടിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സിസ്റ്റം വളരെ ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു രീതിയാണ് എക്സ്റ്റെൻസീവ് സിസ്റ്റം. മെത്തേഡാണ് സെമി ഇന്റൻസീവ് സിസ്റ്റം എന്നത്. സെമി ഇന്റൻസീവ് സിസ്റ്റത്തിന്റെ പ്രത്യേകത, അനിമൽസിനെ ഫീഡിങ് ചെയ്യുന്നത് സ്റ്റോൾസിലാണ്, പക്ഷെ മേയാനും ഒക്കെ ഒരു പ്രത്യേക റെസ്ട്രിക്റ്റഡ് ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആ സമയത്ത് പകൽ സമയത്തുള്ള കൂളർ അവേഴ്സ് അവയെ മേയാൻ വിടുകയും പിന്നീട് തിരിച്ചു വരുന്ന സമയത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള ഫീഡിങ് സ്റ്റോളുകളിൽ ചെയ്യുന്ന രീതിയുമാണ് സെമി ഇന്റൻസീവ് സിസ്റ്റം എന്ന് പറയുന്നത്. ചെറിയ ഫാമുകളിലൊക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് സെമി ഇന്റൻസീവ് സിസ്റ്റം എന്ന് പറയുന്നത്. സിസ്റ്റമാണ് ഇന്റൻസീവ് സിസ്റ്റം. എന്താണ് ഇന്റൻസീവ് സിസ്റ്റം? നിങ്ങൾ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ ഒരു കൺഫൈൻഡ് ഏരിയയിൽ നമ്മൾ എങ്ങനെയാണോ പശുക്കളെ തൊഴുത്തിനകത്ത് തന്നെ വളർത്തുന്ന രീതി, അതിനെയാണ് നമ്മൾ ഇന്റൻസീവ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ സദാസമയവും ആടുകൾ കൂട്ടിനകത്ത് തന്നെയായിരിക്കും. ഫീഡിങ്ങും കോൺസെൻട്രേറ്റ് ഫീഡിങ്ങും ഒക്കെ നടക്കുന്നത്, ഗ്രീൻ ഫീഡിങ്ങും ഒക്കെ നടക്കുന്നത് ഫാമിന് അകത്ത് തന്നെ ആയിരിക്കും. സാധാരണയായിട്ട് ഇത് ഡീപ് ഫിൽട്ടർ രീതിയിലൊക്കെ ചെയ്തു വരുന്നുണ്ട് തണുപ്പുള്ള പ്രദേശങ്ങളിൽ. ഇങ്ങനെ ചെയ്യുന്നത് പ്രധാനമായിട്ടും ഡയറി ബേസ്ഡ് ആയിട്ടുള്ള ഗോട്ട് റിയറിങ്ങിനാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് പാൽ ഉൽപാദനത്തിന് വേണ്ടിയിട്ട് ആടുകളെ വളർത്തുന്ന ഫാം. നമ്മുടെ ഇന്ത്യയിൽ അത്ര പരിചിതമല്ലാത്തൊരു രീതിയാണ് ഇന്റൻസീവ് സിസ്റ്റം ഓഫ് ഗോട്ട് റിയറിംഗ്. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ ഗോട്ട് മിൽക്കിന് ആവശ്യക്കാർ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഗോട്ടിന്റെ മിൽക്ക് പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള റിയറിംഗ് ധാരാളമായി കണ്ടുവരുന്നു. അത്തരത്തിലുള്ള ഫാമുകളിൽ ചെയ്യുന്ന ഒരു രീതിയാണ് ഇന്റൻസീവ് സിസ്റ്റം എന്നത്. അടുത്ത മെത്തേഡാണ്
ടെതറിങ്. ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ മേയാൻ വിടുന്ന ആടുകളെ തെങ്ങിൻ തോട്ടത്തിലാണെങ്കിൽ ഒരു കയറ് കൊണ്ട് ഒരു തെങ്ങിൽ കെട്ടിയിടുന്നു, ഒരു ചുറ്റുപാടും അവിടെ മേഞ്ഞ് നടക്കുന്നു, അടുത്ത ദിവസം അടുത്ത തെങ്ങിലേക്ക് കെട്ടിയിടുന്നു, ആ ഒരു രീതി. അഥവാ ഒരു പറമ്പാണെങ്കിൽ നമ്മളൊരു കുറ്റി അടിച്ച് കെട്ടി നല്ല നീളമുള്ളൊരു കയറിന്റെ സഹായത്താൽ ഒരു ഡയമീറ്റർ ചുറ്റളവിൽ അവയ്ക്ക് മേയാനുള്ള സൗകര്യം ഒരുക്കുന്നു. അത് കഴിയുമ്പോൾ ഒരു 2-3 ദിവസം ആ ഒരു ചുറ്റളവിൽ മേഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്ക് കുറ്റി മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ കുറ്റി അടിച്ചുകൊണ്ട് അഥവാ കമ്പോ എന്തെങ്കിലും പാരയോ ഒക്കെ കുത്തിക്കൊണ്ടുള്ള അതിലേക്ക് കെട്ടിയിട്ടുകൊണ്ടുള്ള ഗ്രേസിംഗ് മെത്തേഡാണ് ടെതറിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു മെത്തേഡ് സാധാരണയായിട്ട് ഒരുപാട് ആടുകൾ ഉള്ളവർക്ക് പറ്റില്ല. 1-2 ആടുകളുണ്ട്, നമ്മുടെ ചുറ്റുപാടും ചെറിയൊരു പറമ്പൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റിയൊരു രീതിയാണ് ടെതറിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നീളമുള്ള കയറിൽ ആടുകളെ കെട്ടിയിട്ട് മേയാൻ വിടുന്ന രീതിയാണ് ടെതറിങ്. അടുത്ത മെത്തേഡാണ് ഇന്റഗ്രേഷൻ വിത്ത് ക്രോപ്പിംഗ് സിസ്റ്റം. ഇന്റഗ്രേഷൻ വിത്ത് ക്രോപ്പിംഗ് സിസ്റ്റം നമ്മൾ പറഞ്ഞതാണ്. ഇത് വളരെ കോമൺ ആയിട്ടുള്ളതും എക്കണോമിക് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. സാധാരണയായിട്ട് നമുക്ക് വലിയ പാടമൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ വലിയ പ്ലാന്റേഷൻസ്, തെങ്ങിൻ തോട്ടം, റബ്ബർ തോട്ടമൊക്കെ ഉണ്ടെങ്കിൽ അതിനിടയിൽ പകൽ സമയത്തൊക്കെ മേയാൻ വിടുന്നു. അവിടെ തന്നെ അതൊക്കെ മേഞ്ഞ് നടന്ന് കാഷ്ടമൊക്കെ അവിടെ തന്നെ ആയിരിക്കും ഇടുന്നുണ്ടാവും. അപ്പോൾ ഒരേ സമയം വീഡ്സ് ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാം, കൂടാതെ ഫെർട്ടിലൈസ് ആവുകയും ചെയ്യും ഭൂമി. ഈ ഒരു രീതിയാണ് ഇന്റഗ്രേഷൻ വിത്ത് ക്രോപ്പിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ നാടുകളിലൊക്കെ പണ്ടുകാലങ്ങളിൽ ഒരു കാഴ്ചയായിരുന്നു, തമിഴ്നാട്ടിൽ നിന്നും ചെമ്മരിയാട്ടിൻ കൂട്ടങ്ങൾ ഇങ്ങനെ വന്നിട്ട് ഓരോ സ്ഥലത്ത് ഓരോ നൈറ്റ് ഇങ്ങനെ തങ്ങുന്ന രീതി. അപ്പോൾ ആ ഒരു രീതിയൊക്കെ ഇന്റഗ്രേഷൻ വിത്ത് ക്രോപ്പിംഗ് സിസ്റ്റത്തിന് ഒരു ഉദാഹരണമാണ്. ഇതിന്റെ ഗുണം എന്ന് പറയുന്നത് നമ്മുടെ കൃഷിസ്ഥലത്തുള്ള വീടുകളെല്ലാം, അനാവശ്യമായിട്ടുള്ള ചെടികളെല്ലാം ഇവ തിന്നു തീർക്കുകയും രാത്രി സമയം അവിടെ തന്നെയാണ് കിടക്കുന്നത്, സ്വാഭാവികമായിട്ടും അവിടെ തന്നെ കാഷ്ടമിടുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു മാനുവറിങ് എന്ന് പറയുന്ന പ്രോസസ്സും ഒരേപോലെ നടന്നു വരുന്നു. ഗോട്ട് റിയറിംഗിന്റെ ആദ്യ ഭാഗത്ത് വരുന്നത് സിസ്റ്റംസ് ഓഫ് റിയറിംഗ് ഗോട്ട് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് ഗോട്ട് റിയറിംഗ്.